നമുക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ് ഇപ്പോൾ പോണത്. ഇത് മുന്നേ ഒരിക്കൽ ഞാൻ എടുത്തു വെച്ച ക്ലിപ്പാണ്, എന്നാൽ ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് ഓർത്ത്. അതായത് ഇതൊരു അമ്പലമാണ്. ആക്ച്വലി എറണാകുളത്തുള്ളതാണ്. മഹാരാജാസ് കോളേജിൻ്റെ അടുത്തൊക്കെ വരും. കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 അമ്പലങ്ങളുണ്ട്, പ്ലസ് ഇതിൻ്റെ അടുത്തൊരു ആർട്ട് ഗാലറി ഉണ്ട്, പിന്നെ ആ ഒരു ഗ്രൗണ്ടും. ഈ 3 അമ്പലങ്ങളിൽ ഒരമ്പലം ശിവൻ്റെയും പിന്നെ ഒരെണ്ണം മുരുകൻ്റെയും ഒരെണ്ണം ഹനുമാൻ്റെയാണ്. ഇതിൽ ഫസ്റ്റ് ശിവൻ്റെ അമ്പലത്തിൽ പോവും, പിന്നെ മുരുകൻ്റെ അമ്പലത്തിൽ പോവും, പിന്നെ ഹനുമാൻ അമ്പലത്തിൽ. ഇവിടെയൊക്കെ ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് അച്ഛനായിട്ട് ഞങ്ങൾ 3 പേരും വരും. എന്നിട്ട് ചിലപ്പോൾ രാവിലെയൊക്കെ വരും. പൂജ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. അമ്പിസ്വാമി അല്ലെങ്കിൽ ബിംബിസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ ഹോട്ടലിലൊക്കെ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരും. പിന്നെ ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ കാര്യം, അട്രാക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഈ ശിവൻ്റെ മുരുകൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഹനുമാൻ അമ്പലത്തിൽ കയറുമ്പോൾ വാതുക്ക വെച്ചിരിക്കുന്ന ഒരു വെറ്റിലമാലയെ മേടിച്ച് ഉള്ളിൽ അത് കൊണ്ടുപോയി വെച്ച് തൊഴുതിറങ്ങുമ്പോൾ അവിടുത്തെ മെയിൻ പ്രസാദമായിട്ടുള്ള ഒരു പേടയും പൊടിയും കിട്ടും. ആ പേടയും പൊടി ഇപ്പം അത്രയും ടേസ്റ്റില്ല, പക്ഷെ പണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന്. അത് മേടിക്കാൻ മാത്രമായിട്ട് ഞങ്ങൾ കാശ് സേവ് ചെയ്ത് വെച്ച് പോകുമായിരുന്നു. ഈ പ്രസാദം മേടിക്കാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ കയറുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ അനിയനും. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവില്ല ഇതുപോലെ ഒരു കംഫർട്ടിങ് ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്പേസ്. സോ ഡു കമൻറ്റ് ഇറ്റ് ഔട്ട് ആൻഡ് ബൈ.